ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻഡിവിജ്വൽ ഫ്രീഡം എന്നുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയായിട്ട് ഒരു ആളെ പരിഗണിക്കുന്നത് എപ്പോൾ മുതലാണെന്ന് ചോദിച്ചാൽ കുട്ടികളുടെ വരെ അഭിപ്രായങ്ങളെ നമ്മൾ മാനിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ എന്നുള്ള രീതിയിലാണ്. അങ്ങനെയാണ് ഇപ്പൊ പഠന കണ്ടെത്തലുകളെല്ലാം സംഭവിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ ആ പിള്ളേര് നമ്മളോട് ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ അവരോട് തിരിച്ചു പറയുമായിരുന്നു, നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ട, ഇതൊക്കെ വലിയ ആൾക്കാരുടെ കാര്യമാണ്, നിങ്ങൾ ഇതിൽ ഇടപെടണ്ട എന്ന് പറയുന്നു. പക്ഷെ ഇന്നത്തെ ഒരു രീതി വെച്ചിട്ട് അങ്ങനെയല്ല. നമ്മൾ അങ്ങനെയൊക്കെ ഒരു ഡയലോഗ് അടിച്ചാൽ പിള്ളേർ തിരിച്ചു ചോദിക്കും, അതെന്താ ഞാൻ ഇടപെട്ടാലെന്ന്. അപ്പോ അവരെ നാഗവല്ലി ട്രാക്കിലേക്കൊന്നും കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ തീർച്ചയായിട്ടും അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള ഒരു എന്താ പറയാ, അവർക്ക് ഒരു റൈറ്റ് ഉണ്ട്. പക്ഷെ അതൊരു തീരുമാനം എടുക്കാനുള്ള ഒരു റൈറ്റ് ആയിട്ട് മാറാതിരിക്കുക. ആ തീരുമാനം ഏറ്റവും ഗുഡ് ആയിട്ടും വൈസ് ആയിട്ടുള്ള രൂപത്തിലും അവരെ കൊണ്ട് എടുപ്പിക്കാനുള്ള ഒരു കഴിവാണ് ഇന്നത്തെ പാരന്റ്സിന് വേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചെറുപ്പം മുതലേ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള പിള്ളേരായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഓരോ പ്രായത്തിനനുസരിച്ചതിന്റെ മെച്യൂർഡ് ആയിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കുറച്ചും കൂടി കഴിവുണ്ടാവും എന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്. അങ്ങനെ വളർന്നു വരുന്ന ഓരോ കുട്ടിക്കും ആ ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡം ഉണ്ട്. ഇൻഡിവിജ്വൽ ഫ്രീഡം ഇല്ലാതായാലുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെ കുട്ടികളായിട്ട് മാത്രം കൺസിഡർ ചെയ്യും. ആൻഡ് ഒരു സ്റ്റേജ് എത്തി കഴിയുമ്പോൾ പെട്ടെന്ന് ഇവരോട് പറയാണ്, നിങ്ങൾ പോയിട്ട് ജോലി ചെയ്യണം, വീട് നോക്കണം, അല്ലെങ്കിൽ നിങ്ങളെ കല്യാണം കഴിപ്പിച്ചു വിടുകയാണ്, നിങ്ങൾ ഒരു വീടിനെ മൊത്തത്തിൽ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഇവർക്ക് എവിടുന്നാണ് ഈ മെച്യൂരിറ്റി കിട്ടേണ്ടത്? ഇവർ എങ്ങനെയാണ് പെട്ടെന്ന് വലുതാവുക? അപ്പൊ പെട്ടെന്ന് വലുതാവുക എന്നുള്ള പ്രോസസ്സ് മാറ്റി പിടിച്ചിട്ട് അവരെ വളരെ സ്ലോ ആയിട്ട് ആ ഒരു മെച്യൂർഡ് രീതിയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്നത് ഈ ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡം കൊടുത്തിട്ടാണ്. ഇതിന് കുറച്ച് വലിയ കാറ്റഗറിയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു ജോലിയിലേക്ക് കയറുകയോ അല്ലെങ്കിൽ മാരേജ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ ഫ്രീഡം അനുഭവിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ തീർച്ചയായിട്ടും അതർ പേഴ്സണെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഒരു വർക്ക് ലൈഫിലാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്തെടുക്കാൻ ചിലപ്പോൾ നമുക്ക് അതിനുള്ള കഴിവുണ്ടായിരിക്കും, ഭയങ്കര ടാലന്റഡ് ആയിരിക്കും, പക്ഷെ നമുക്ക് ആ കാര്യത്തിന് ഒരു ഡിസിഷൻ എടുക്കാൻ നമുക്ക് കഴിയില്ല. ആ ഫ്രീഡത്തോട് കൂടിയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുമോ ഇല്ലേന്ന് നമുക്കൊരു കോൺഫിഡൻസ് കുറവ് തോന്നിക്കും. ഇൻ അനദർ കേസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു മാരീഡ് ലൈഫിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നമ്മൾ തന്നെയാണ് ഡിസിഷൻ എടുക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും നോക്കിയാൽ പോലും നമ്മൾ അതർ പേഴ്സണിലേക്ക് ഡിപ്പെൻഡന്റ് ആവുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിലൊക്കെ അതൊരു റൊമാന്റിഫിക്കേഷൻ മോഡായിരിക്കും. പക്ഷെ പിന്നെ പോകും തോറും നമ്മൾ അതർ പേഴ്സന്റെ അണ്ടറിൽ ആയി എന്നുള്ളൊരു തോന്നലിലേക്ക് അത് എത്തിക്കും. അപ്പൊ ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ആഫ്റ്റർ ഒരു 30s അല്ലെങ്കിൽ 40s ആണ് നമുക്കൊക്കെ റിയലൈസ് ചെയ്യാൻ പറ്റുക. അതെത്തുമ്പോഴേക്കും ഈ അതർ പേഴ്സൺ എല്ലാ കാലവും ഇവരെ ഇങ്ങനെ അടക്കി പിടിച്ചിട്ട് ജീവിച്ച് ശീലമായിട്ടുണ്ടാവും. പിന്നെ അവർക്ക് ആ ഒരു ക്യാരക്ടറിൽ നിന്ന് മാറാൻ പറ്റില്ല. നമുക്കും ഈ ഒരു ഇൻഡിപെൻഡന്റ് അവസ്ഥയിലേക്ക് എങ്ങനെ എത്തണം എന്നുള്ളത് മനസ്സിലാക്കാനും പറ്റില്ല. അപ്പൊ ഇത് രണ്ടും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുപ്പം മുതലേ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്താലാണ് മുൻപോട്ട് ഏറ്റവും നന്നായിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ പേഴ്സണലി പഠിക്കേണ്ട ഒരു കോഴ്സിനെ പറ്റിയിട്ടോ അഭിപ്രായം പറയാം. ചൂസ് ചെയ്യാൻ ചിലപ്പോൾ ആ പ്രായത്തിൽ പറ്റിക്കൊള്ളണമെന്നില്ല. എന്നാലും എനിക്ക് ഇന്നതാണ് വേണ്ടത് എന്നുള്ളൊരു ഇഷ്ടം നമുക്കുണ്ടെങ്കിൽ അത് അറിയിക്കാവുന്നതാണ്. പിന്നീട് ജോലി സെലക്ട് ചെയ്യുമ്പോഴും അതുപോലെ നമ്മൾ എവിടെ ജീവിക്കണം എന്നുള്ള കാര്യവും നമ്മൾ ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ജസ്റ്റ് ഏറ്റവും ഈസി ആയിട്ട് നമ്മൾ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ള കാര്യം നമ്മൾ സ്വയം തീരുമാനിക്കേണ്ട ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമേ ഓരോ വ്യക്തിക്കും സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം നിലനിൽപ്പും ഏറ്റവും ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ.